ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് CN ശ്രീകണ്ഠൻ നായർ എഴുതിയ ഒരു വർക്കാണ്. അതൊരു പ്ലേ ആണ്, നാടകം പോലെ പ്ലേ ആണ്. സത്യത്തിൽ ഇതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെക്കൻഡ് പ്ലേ ഓഫ് ദ ട്രിലജി ഓഫ് പ്ലേസ് ഓൺ രാമ. TRILOGY ട്രിലജി 3 പ്ലേ ഉണ്ട്. രാമനെക്കുറിച്ച് CN ശ്രീകണ്ഠൻ നായർ എഴുതിയ 3 പ്ലേസിൽ രണ്ടാമത്തതാണ് ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത്. ആദ്യത്തത് സാകേതം എന്നാണ് പേര്, SAKETHAM. സാകേതം എന്ന് ഉദ്ദേശിക്കുന്നത് അയോധ്യ തന്നെയാണ്. രണ്ടാമത്തത് ലങ്കാലക്ഷ്മി, മൂന്നാമത്തത് കാഞ്ചന സീത. ഈ ട്രിലജിയിൽ വരുന്നതാണ് ലങ്കാലക്ഷ്മി. അപ്പം ഇതിൽ പല ക്യാരക്ടേഴ്സിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദശരഥൻ എന്ന് പറയുമ്പം രാമൻ്റെ അച്ഛൻ ദശരഥൻ, സാകേതത്തിൽ ദശരഥനെ കുറിച്ച് പറയുന്നതെന്ന് പറയുമ്പം ഹി ട്രൈസ് ടു റീറ്റെയിൻ ഹിസ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ലോസ് ദ ഐഡിയോളജി ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. അതായത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റി നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഐഡിയോളജി ഓഫ് സ്റ്റേറ്റ് ഒക്കെ മറക്കുന്നു. അതായത് അദ്ദേഹം വൈഫിന് കൊടുത്ത ഒരു പ്രോമിസിനെ ബേസ് ചെയ്താണല്ലോ സ്വന്തം ഇൻഡിവിജ്വാലിറ്റി, അതിനെ ബേസ് ചെയ്താണ് ഇപ്പം രാമനെ തന്നെ വനവാസത്തിന് പറഞ്ഞു വിടുന്നതും ഒക്കെ. പക്ഷെ രാമൻ എന്ന് പറയുന്നത്, കാഞ്ചന സീതയിലെ രാമൻ എന്ന് പറയുന്നത്, ഹി ട്രൈസ് ടു ലൂസ് ഹിസ് ഇൻഡിവിജ്വാലിറ്റി ഇൻ ദ ക്വസ്റ്റ് ടു അപ്ഹോൾഡ് രാമരാജ്യം. അപ്പം ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. രാമൻ സ്വന്തം ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുത്തുന്നു ആ ഒരു രാമരാജ്യം അല്ലെങ്കിൽ സ്വന്തം രാജ്യം ത്തിന് വേണ്ടിയിട്ട്. ആ ഒരു രാജ്യത്തിനെ അപ്ഹോൾഡ് ചെയ്യുക, സ്റ്റേറ്റിൻ്റെ ആ ഒരു പ്രൈഡ് അതൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റി കളയാണ്, സ്വന്തം വൈഫിനെ ഉപേക്ഷിക്കുന്നു അങ്ങനെ. പിന്നെ രാവണനെ ഇതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നതെന്ന് പറയുമ്പം ഹി റൈസസ് ടു ദ സ്റ്റാച്യൂർ ഓഫ് എ ട്രാജിക് ഹീറോ ഹു ഫേസസ് ഹിസ് ഡൂം ഡെത്ത്. അപ്പം ഒരു ട്രാജിക് ഹീറോ ആയിട്ടാണ് രാവണനെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അല്ലാതെ സാധാരണ രാമായണത്തിലും എല്ലായിടത്തും പറയുന്നത് രാവണൻ എന്ന് പറയുന്നത് ഒരു ക്രൂവൽ ആയിട്ടുള്ള ഡീമൺ, അങ്ങനെ ഒരു ഫിഗർ ആയിട്ടാണ്. പക്ഷെ ലങ്കാലക്ഷ്മിയിൽ രാവണൻ്റെ മറ്റൊരു സൈഡാണ്. രാവണൻ്റെ ഭാഗത്തും ഒരുപാട് ന്യായമുണ്ട്, അതൊക്കെ മനസ്സിലാക്കി തരുന്ന. അപ്പോൾ ഒരു ട്രാജിക് ഹീറോ എന്ന് പറയുമ്പം പുള്ളി ഒരു നല്ല വ്യക്തി ആയിരിക്കാം, പക്ഷെ പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാജിക് ഫ്ലോ കാരണം, ഒരു പോരായ്മ കാരണം അയാളുടെ ഡിഫീറ്റിന് കാരണമാവും. അങ്ങനെ ഒരു ട്രാജിക് ഹീറോ ആയിട്ടാണ് രാവണനെ CN ശ്രീകണ്ഠൻ നായർ ഇതിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ രാവണനെ ഒരു ലവർ ഈസ് പ്രസൻറ്റഡ് ബോത്ത് ആസ് എ ലവർ ആൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ കാരണം അദ്ദേഹം വീണ വായിക്കുന്നുണ്ട്. പിന്നെ ഒരു ലവറാണ്, ഒരു കൊണോസിയറാണ് എന്ന് പറഞ്ഞാൽ ലവർ ഓഫ് ബ്യൂട്ടി, CONNOSSEIUR ആണെന്ന് തോന്നുന്നു കൊണോസിയർ. ഇനി ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ രാവണൻ, ലങ്കയുടെ കിങ് ആണ്. പിന്നെ അടുത്തത് മാല്യവാൻ എന്ന് പറയുന്നത് രാവണൻ്റെ മെറ്റേണൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. അതായത് അപ്പൂപ്പനൊക്കെ ആയിട്ട് വരും രാവണൻ്റെ. പിന്നെ വിരൂപാക്ഷൻ എന്ന് പറയുന്നത് രാവണൻ്റെ അങ്കിളാണ്. സുപാർശൻ എന്ന് പറയുന്നത് രാവണൻ്റെ അങ്കിളാണ്. പിന്നെ പ്രഹസ്തൻ എന്ന് പറയുന്നത് രാവണൻ്റെ അങ്കിളാണ്. പിന്നെ പ്രഹസ്തൻ ചീഫ് കമാൻഡർ ഓഫ് രാവണൻസ് ആർമിയാണ്. രാവണൻ്റെ ആർമിയുടെ, അത് 1 മാർക്കിനൊക്കെ ചോദിക്കാം. പ്രഹസ്തൻ രാവണൻ്റെ ആർമിയുടെ ചീഫ് കമാൻഡറാണ്. പിന്നെ കുംഭകർണൻ എന്ന് പറയുന്നത് രാവണൻ്റെ ബ്രദറാണ്. ഇതിൽ വരുന്ന ബ്രദേഴ്സ് കുംഭകർണൻ, വിഭീഷണൻ ബ്രദറാണ്. പിന്നെ അതുകൂടാതെ ഇനി രാവണൻ്റെ മക്കളെ പറ്റി, ഇന്ദ്രജിത്തിൻ്റെ ഒറിജിനൽ നെയിം മേഘനാഥൻ എന്നാണ്. ഇന്ദ്രജിത്ത്, പിന്നെ അതികായൻ, അതും രാവണൻ്റെ മകനാണ്. പിന്നെ ശാർദൂലൻ എന്ന് പറയുന്നത് സ്പൈ ആണ്, രാവണൻ്റെ സ്പൈ ആണ് ശാർദൂലൻ, SARDOOLAN. പിന്നെ നികുംബൻ കുംഭകർണൻ്റെ മകനാണ്. കുംഭൻ എന്ന് പറയുന്നതും കുംഭകർണൻ്റെ മകനാണ്. പിന്നെ ഹനുമാനുണ്ട്. അങ്കദൻ എന്ന് പറയുന്നത് ബാലിയുടെ മകനാണ്. പിന്നെ ഇവിടെ സുഗ്രീവൻ വരുന്നുണ്ട്. ബാലിയും സുഗ്രീവനും സഹോദരങ്ങളാണ്. ഈ സുഗ്രീവൻ രാമൻ്റെ കൂടെ ചേർന്ന് ബാലിനെ കൊല്ലുന്നു. എന്നിട്ട് സുഗ്രീവന് ആ രാജ്യം കിട്ടുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് സുഗ്രീവൻ രാമനെ യുദ്ധത്തിൽ സഹായിക്കുകയാണ്, ലങ്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ. അപ്പം സുഗ്രീവൻ്റെ മകനാണ് ബാലിയുടെ മകനാണ്. സുഗ്രീവനും ബാലിയും ബ്രദേഴ്സാണ്. ബാലിയുടെ മകനാണ് അങ്കദൻ. പിന്നെ മണ്ഡോദരി രാവണൻ്റെ വൈഫാണ്. പിന്നെ സീത, ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് സത്യത്തിലൊരു അപ്സരസാണ്. പിന്നെ സരമ, SARAMA, സരമ എന്ന് പറയുന്നത് വിഭീഷണൻ്റെ വൈഫാണ്. അതായത് വിഭീഷണൻ എന്ന് പറയുന്നത് രാവണൻ്റെ സഹോദരനാണ്, അയാളുടെ വൈഫാണ് സരമ. പിന്നെ രാക്ഷസാസും രാക്ഷസ വുമണും, ഇതാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്.
പിന്നെ ലങ്കാലക്ഷ്മിയുടെ പ്രൊലോഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രൊലോഗിൽ എന്താണ് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രൊലോഗിൽ മാത്രമേ ഉള്ളൂ. ആ, പിന്നെ ആ, അതാണ് പ്രൊലോഗിൻ്റെ പ്രത്യേകത. ഈ പ്രൊലോഗിൽ എന്ന് പറയുമ്പോൾ ലങ്കാലക്ഷ്മിയും ഹനുമാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് പ്രൊലോഗ് എന്ന് പറയുന്നത്. അതായത് ഹനുമാൻ ലങ്കയിലേക്ക് എത്തുന്നു, എന്നിട്ട് ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് ഈ ഗാർഡ് ടു ദ ടവർ ഓഫ് ലങ്കയുടെ ആ ഒരു ടവറിൽ ഗാർഡായിട്ടാണ് ലങ്കാലക്ഷ്മിയെ നിർത്തിയിരിക്കുന്നത്, ഒരു കേഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ബ്രഹ്മാവ് ലങ്കാലക്ഷ്മീനെ ലങ്കാലക്ഷ്മി എന്ന പേര് അത് കഴിഞ്ഞ ഒരു അപ്സരസ് ആയിട്ടുള്ള അവരെ ശപിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലങ്കയുടെ എന്താണ് ടവറിൻ്റെ ഗാർഡായിട്ട് ഇവർ ഒരു രാക്ഷസിയായിട്ട് മാറുന്നു അപ്സരസിൽ നിന്നും. എന്നിട്ട് അവിടെ ഗാഡായിട്ട് നിൽക്കുന്നു. എന്നിട്ട് പറയണം ഒരിക്കൽ ഹനുമാൻ വന്നിട്ട് ഇവരെ എന്താണ് അടിച്ചു വീഴ്ത്തും, അപ്പോഴ് ഇവരുടെ ശാപമോക്ഷം കിട്ടും, ഇവർ തിരിച്ച് അപ്സരസാവുന്നു. അപ്പം ഹനുമാനാണെങ്കിൽ ഇവിടെ വരുന്നു ലങ്കയിലേക്ക്. എന്നിട്ട് ഹനുമാൻ ഇതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഈ ടവറിൻ്റെ ഗാർഡായിട്ടുള്ള ലങ്കാലക്ഷ്മീനെ ഇങ്ങനെ അടിച്ചു വീഴ്ത്തുന്നു. അപ്പം ലങ്കാലക്ഷ്മി പുള്ളിക്കാരി ആ രാക്ഷസിയുടെ രൂപം മാറിയിട്ട് ഒരു അപ്സരസ് ആവുന്നു, ഡിവൈൻ ഫിഗർ ആവുന്നു. അന്നേരം എന്താണ് ലങ്കാലക്ഷ്മി ഈ എന്താണ് ഇതുപോലത്തെ സംഭവമല്ല, ഈ കേഴ്സിനെ പറ്റിയൊക്കെ ഹനുമാൻ്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് ഹനുമാൻ അപ്പം ലങ്കാലക്ഷ്മി ചോദിക്കുകയാണ് ഹനുമാൻ്റെ അടുത്ത്, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ, വാട്ട് ക്യാൻ ഐ ഓഫർ ഫോർ യു ഇൻ റിട്ടേൺ. അവരുടെ ആ ഒരു കേഴ്സിൽ നിന്ന് അവർക്കൊരു മോക്ഷം കിട്ടിയോണ്ട് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഹനുമാൻ പറയുന്നു ഈ രാമൻ്റെയും സീതയുടെയൊക്കെ കഥ പറയുന്നു. അതായത് സീതയെ തട്ടിക്കൊണ്ടുപോയതും പിന്നെ അതുപോലെ പിന്നെ സുഗ്രീവൻ ദ മങ്കി കിങ് എന്താ 100,000 മങ്കീസിനെ പറഞ്ഞു വിട്ടേക്കാണ് രാമനെ സഹായിക്കാൻ ഈ ലങ്കയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ. അപ്പം ഹനുമാൻ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ സീതേനെ കണ്ടുപിടിക്കാനാണ്, ഐ മസ്റ്റ് ഫൈൻഡ് സീത. അപ്പോൾ ലങ്കാലക്ഷ്മി അതിന് സഹായിക്കുമെന്ന് ചോദിക്കുമ്പോൾ ലങ്കാലക്ഷ്മി പറയുകയാണ് സീതേനെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം തിങ്ക് ഓഫ് മൈ ഇമേജ് ആൻഡ് ബിഗിൻ യുവർ സെർച്ച്. എൻ്റെ രൂപം മനസ്സിൽ ചിന്തിച്ചിട്ട് ഇയാളുടെ സെർച്ച് തുടങ്ങിക്കോളൂ, അപ്പോൾ സീതേനെ കണ്ടെത്തും. അതായത് ലങ്കാലക്ഷ്മിയെ പോലിരിക്കുന്ന വ്യക്തിയാണ് സീത എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 3 കഥാപാത്രങ്ങളാണ് സ്ത്രീ കഥാപാത്രങ്ങൾ: ലങ്കാലക്ഷ്മി, സീത, മണ്ഡോദരി. ഇവർ മൂന്നും എന്താണ് റിസംബിൾ ചെയ്യുന്ന ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വിമനാണ്. അതായത് ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ലങ്കയുടെ ലക്ഷ്മി, ഐശ്വര്യം. അപ്പം ലങ്കാലക്ഷ്മി ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ലങ്കയുടെ ഐശ്വര്യം, പ്രോസ്പെരിറ്റി അതോടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ലങ്കാലക്ഷ്മി പറയണേ എൻ്റെ രൂപം ലങ്കയുടെ ഐശ്വര്യമായിട്ടുള്ള ഞാൻ, എന്നെ ചിന്തിക്കുക, അതുപോലൊരു സ്ത്രീനെ നിങ്ങൾ കാണുമ്പം അത് സീതയായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഹനുമാന് മറ്റൊരു ഉപദേശം കൊടുക്കുന്നു, പക്ഷെ രാവണൻ്റെ ചേംബറിൽ പോകുമ്പം മറ്റൊരു വിമനെ കാണും, അവരും എന്നെപ്പോലെ തന്നെ തോന്നും, പക്ഷേ അത് മണ്ഡോദരിയാണ് എന്ന് പറയുന്നു. അപ്പം സത്യത്തിൽ മണ്ഡോദരിയും ലങ്കാലക്ഷ്മിയാണ്, സീതയും ലങ്കാലക്ഷ്മിയാണ്. അതായത് അവർ രണ്ടുപേരും ലങ്കയുടെ ഐശ്വര്യമാണ്. സീത എവിടെ പോയാലും, സീത എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി അതിൻ്റെയൊക്കെ ഒരു സിമ്പലാണ്. അപ്പം പുള്ളിക്കാരി രാവണൻ തന്നെ പറയുന്നുണ്ട് സീത ലങ്കയുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. പിന്നെ അതുപോലെ മണ്ഡോദരി ലങ്കയുടെ ലക്ഷ്മിയാണ്, പ്രോസ്പെരിറ്റിയുടെ സിമ്പലാണ്. അപ്പം പറയാണ് തെറ്റിദ്ധരിക്കരുത്, യു മേ ഫീൽ ദാറ്റ് ഈവൻ മണ്ഡോദരി റിസംബിൾസ് മീ, ബട്ട് സീത ഈസ് ഇംപ്രിസൺഡ് ആൻഡ് സ്റ്റേയിങ് അറ്റ് ദ ഗാർഡൻ നിയർ ബൈ. ഈ കൊട്ടാരത്തിൻ്റെ അകത്തായിരിക്കും മണ്ഡോദരി, സീതനെ ഇംപ്രിസൺ ചെയ്തേക്കുന്ന ഒരു ഗാർഡനിലാണ്, അവിടെ ഒരു അശോക മരത്തിൻ്റെ കീഴിലാണ്. അപ്പം അങ്ങനെ. അപ്പോൾ സീത ഇസ് ഓൾസോ ദ ലങ്കാലക്ഷ്മി ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് സീത ആഡ്സ് ടു ദ പ്രോസ്പെരിറ്റി ഓഫ് ലങ്ക. പിന്നെ ഈ ഗാർഡൻ ഏത് സൈഡിലാണെന്ന് ഹനുമാൻ ചോദിക്കുമ്പം ലങ്കാലക്ഷ്മി പറയുന്നു ഗോൾഡൻ കപ്പോള ഉണ്ട്, CUPOLA, കപ്പോള താഴികക്കുടം. അപ്പം ഗോൾഡൻ കപ്പോള ലങ്കയിൽ നിന്ന് എവിടെ നോക്കിയാലും കാണാം. ആ ഗോൾഡൻ കപ്പോളയുടെ നോർത്തായിട്ടാണ് ഈ ഗാർഡൻ, അവിടെ എന്താണ് സീതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ലങ്കാലക്ഷ്മി വിഡ്രോ ചെയ്യുന്നു, അവിടുന്ന് പോകുന്നു, തിരിച്ച് അവർ ഹെവനിലേക്ക് പോവുകയാണ്, അവരുടെ കേഴ്സ് മാറിയല്ലോ. അപ്പം എലോങ് വിത്ത് ഹർ ഓൾ ദ ഗ്ലോറി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ലങ്ക വിഡ്രോ വിത്ത് ഹർ. ലങ്കാലക്ഷ്മി അവിടുന്ന് പോകുമ്പോഴത്തേനും ലങ്കയുടെ എല്ലാ പ്രോസ്പെരിറ്റി, ഐശ്വര്യം അതോടെ പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്. പിന്നെ ലങ്കാലക്ഷ്മി ഹനുമാൻ ഒരു അഡ്വൈസും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് രാവണൻ നിസ്സാരക്കാരനല്ല, കാരണം രാവണനൊരു ബൂണുണ്ട്, ഒരു വരം ലഭിച്ചിട്ടുണ്ട് ബ്രഹ്മാവിൽ നിന്നും. അതായത് ഹി കനോട്ട് ബി കിൽഡ് ബൈ എനിവൺ ബോൺ ആസ് എ ബേർഡ്, സർപ്പൻറ്റ്, യക്ഷ ഓർ രാക്ഷസ. അതായത് ഒരു മനുഷ്യന് മാത്രമേ രാവണനെ കൊല്ലാൻ പറ്റൂ എന്നുള്ളതാണ്. അതായത് എനിവൺ ഹു ഈസ് ബോൺ ആസ് എ
ബേർഡ്, പക്ഷിക്കോ സർപ്പൻറ്റിനോ, ഈ സർപ്പൻറ്റ് പാമ്പിൻ്റെയൊക്കെ ഇതിൽ വരുന്നത്, പിന്നെ യക്ഷ അതിൽ പെടുന്നവർക്കോ രാക്ഷസന്മാർക്കോ രാവണനെ കൊല്ലാൻ പറ്റില്ല. അത് ബ്രഹ്മാവിൽ നിന്നും ലഭിച്ചൊരു ബൂണാണ്, വരമാണ്. പിന്നെ അതുകൂടാതെ ആ ഒരു വരം കൂടാതെ രാവണന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർമി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഇൻ മാജിക് വാർഫെയർ ആണ്. തന്ത്രപരമായി യുദ്ധം, അതൊരു യുദ്ധത്തിൻ്റെ സ്റ്റൈലാണ്, ഒരു വേ ഓഫ് ഫൈറ്റിംഗ് വാറാണ്. അപ്പം ഈ മേഘനാഥൻ എന്ന് പറയുമ്പം ഇന്ദ്രൻ എന്ന് പറയുമ്പം കിങ് ഓഫ് ദേവാസ് ആണ്, ദൈവങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത്. ഇന്ദ്രനെ ഡിഫീറ്റ് ചെയ്തു. എന്നിട്ട് അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന് പേര് വന്നത് മേഘനാഥന്. അപ്പം മേഘനാഥൻ, അത് 2 മാർക്സിനൊക്കെ ചോദിക്കാം. ഹൗ ഡിഡ് മേഘനാഥൻ ഗെറ്റ് ദ നെയിം ഇന്ദ്രജിത്ത്? ഒറിജിനൽ നെയിം മേഘനാഥൻ എന്നാണ്. ഇന്ദ്രനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന പേര് കിട്ടിയത്. പിന്നെ രാവണന്റെ ബാക്കി ബ്രദേഴ്സിനെ പറ്റി, ഇപ്പോൾ കുംഭകർണൻ, വിഭീഷണനൊക്കെ ആയാലും എന്താണ്, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് എല്ലാം എന്ന് പറയുമ്പോൾ ഈക്വലി പവർഫുൾ ആണ്. പിന്നെ ആർമി പവർഫുൾ ആണ്. അപ്പം എല്ലാം കൊണ്ട്, പിന്നെ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് സൺസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിരിക്കുക. പിന്നെ കം ബാക്ക് വിക്ടോറിയസ്, ബ്ലസ് ചെയ്യാണ് ഹനുമാനെ, വിജയിച്ചു വരിക എന്ന് പറയുന്നത്. അവിടെയാണ് പ്രൊലോഗ് എൻഡ് ചെയ്യുന്നത്. പിന്നെ ലങ്കാലക്ഷ്മിയിൽ 3 ആക്റ്റാണുള്ളത്. ആക്ട് 1 എന്ന് പറയുമ്പം രാവണൻ്റെ കോർട്ട് റൂമിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പം ആദ്യം രാവണൻ്റെ മക്കളുണ്ട്, ഇന്ദ്രജിത്തും അതികായനും ഒക്കെ ഉണ്ട്. പിന്നെ എൽഡേഴ്സ്, അതായത് രാവണൻ്റെ അങ്കിളായിട്ടുള്ള വിരൂപാക്ഷനും സുപാർശ്വനും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ നടക്കുന്ന കോൺവെർസേഷനാണ്. അപ്പോൾ ആദ്യം ഇന്ദ്രജിത്ത്, അതായത് ഈ യങ്സ്റ്റേഴ്സ് അവർ ക്രിട്ടിസൈസ് ചെയ്യാണ്. കാരണം ഈ ഹനുമാൻ വന്നിട്ട് ലങ്കയിൽ തീയിടുമല്ലോ, ഹി സെറ്റ്സ് ഫയർ ടു ലങ്ക. അപ്പം അതിനുശേഷം അപ്പം ഇന്ദ്രജിത്തൊക്കെ ആംഗ്രി ആവുന്നു, പറയുകയാണ് ഈ രാവണൻ്റെ കയ്യിൽ ചന്ദ്രഹാസം എന്ന് പറയുന്ന ഒരു സ്വോർഡുണ്ട്, ലോർഡ് ശിവ ഗിഫ്റ്റ് ചെയ്തതാണ്. അത് 1 മാർക്കിനൊക്കെ ചോദിക്കാം. രാവണൻ്റെ ഫേമസ് സ്വോർഡാണ് ചന്ദ്രഹാസം. അപ്പം ചന്ദ്രഹാസയൊക്കെ റസ്റ്റായി, തുരുമ്പെടുത്തു തുടങ്ങി. പിന്നെ അതുപോലെ ഈ ഗോൾഡൻ കപ്പോള എന്ന് പറയുമ്പം ലങ്കയുടെ പ്രോസ്പെരിറ്റിയും വെൽത്തിനെയൊക്കെ സൂചിപ്പിച്ചാണ്. അത് താഴികക്കുടം, അത് നശിച്ചു പോയി. ബ്രേക്ക് ആൻഡ് ഫോൾ എനി മൊമെൻറ്റ്, എപ്പം വേണമെങ്കിലും ഇപ്പം താഴെ വീഴാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പം ഈ ബാക്കിയുള്ളവർ, ഈ യങ്സ്റ്റേഴ്സ് എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതികായനും നികുംബനും ഒക്കെ പറയുകയാണ് ആ ഒരു കുരങ്ങൻ വന്നിട്ട് ലങ്കയ്ക്ക് തീയിടുകയാണ്, ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കിയെന്നൊക്കെ. അപ്പം പക്ഷേ എൽഡേഴ്സ്, വിരൂപാക്ഷനും രാവണൻ്റെ അങ്കിളായിട്ടുള്ള വിരൂപാക്ഷനും ബാക്കിയുള്ളവരും ഒക്കെ, വിരൂപാക്ഷൻ പറയുകയാണ് രാവണൻ എന്ന് പറയുന്ന ഭയങ്കര 10,000 years പെനൻസ് ഒക്കെ നടത്തി എന്താണ് അദ്ദേഹം ഇത്രയും സിദ്ധികളൊക്കെ കൈവരിച്ചതാണ്. പിന്നെ പണ്ട് എന്താണ് ഈ രാക്ഷസന്മാരെല്ലാം സത്യത്തിൽ ഒറിജിനലി ഈ ലങ്ക എന്ന് പറയുന്നത് ഇവരുടെ ആയിരുന്നുവെങ്കിലും പണ്ട് കുബേരൻ, രാവണൻ്റെ തന്നെ ബ്രദറാണ് കുബേരൻ, ഇവരുടെ അച്ഛൻ സെയിം ആണ്, പക്ഷെ അമ്മമാർ 2ആണ്. അപ്പം കുബേരനായിരുന്നു ഒറിജിനൽ റൂളർ ഓഫ് ലങ്ക. അപ്പം കുബേരൻ്റെ കയ്യിൽ നിന്ന് ലങ്ക രാവണൻ തിരിച്ചു വാങ്ങിയതും, ഇവരാണ് സത്യത്തിൽ രാക്ഷസന്മാരാണ് ഇതിൻ്റെ അവകാശികൾ എന്നുള്ളതുകൊണ്ട് ലങ്ക തിരിച്ചു വാങ്ങിയതൊക്കെ ഈ 10,000 years പെനൻസ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പം അന്ന് ഈ രാക്ഷസന്മാരെല്ലാം പാതാളത്തിൽ ഒളിച്ച രാക്ഷസന്മാരെ എല്ലാം തിരിച്ച് കൊണ്ടുവരികയും ഈ കുബേരനെ തോൽപ്പിക്കുകയും കുബേരൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പുഷ്പക വിമാനം ഒക്കെ എന്താണ് കൈക്കലാക്കുകയും ഒക്കെ ചെയ്തത് രാവണൻ്റെ ആ ഒരു ഗ്ലോറിയും അദ്ദേഹത്തിൻ്റെ ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം അതൊന്നും മറക്കരുത് എന്ന് വിരൂപാക്ഷനൊക്കെ പറയുകയാണ്. വിരൂപാക്ഷൻ എന്ന് പറയുന്നത് എല്ലാം രാവണനെ സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു ലങ്കയുടെ പ്രൈഡ്, ആ ഒരു പ്രൗഡാണ് ലങ്കയെക്കുറിച്ച്. ലങ്ക അങ്ങനെ പെട്ടെന്നൊന്നും പരാജയപ്പെടില്ല എന്നുള്ളത്. പക്ഷേ രാവണൻ്റെ മറ്റൊരു അങ്കിളുണ്ട് സുപാർശ്വൻ എന്ന് പറയുന്നത്. സുപാർശ്വൻ പക്ഷേ പലപ്പോഴും സത്യസന്ധമായിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട്. പിന്നെ അതുപോലെ എന്താണ് റൈറ്റ് അതനുസരിച്ച് പറയാറുണ്ട്. അപ്പം സുപാർശ്വൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് രാവണൻ ഇത്രയും വിജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും ആ യുദ്ധങ്ങളിലെല്ലാം ലങ്കയാണ് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചത്. അറ്റാക്സ് വെർ ഓൾവേസ് ബൈ ലങ്ക ഓൺ അതേഴ്സ്, നെവർ ബൈ എനി വൺ ഓൺ ലങ്ക. ലങ്കയെ ഇതുവരെ ആരും ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ടില്ല, മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് ലങ്ക കീഴ്പ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് സുഭാർഷൻ പറയുന്നു. അപ്പം
അതിന് ഈ വിരൂപാക്ഷനൊക്കെ എതിർക്കാണ്. രാവണൻ അങ്ങനെ പെട്ടെന്നൊന്നും രാവണനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അപ്പം സുഭാർഷൻ പറയാണ്, ഇൻ ദ ബാറ്റിൽ ഫൗട്ട് ടു വിൻ ബാക്ക് ഹിസ് ബിലൗഡ് വൈഫ് എനി മാൻസ് വിഗർ വിൽ ബി റീഡബിൾഡ്. അതായത് ഈ എന്താണ് പേർപ്പസ് ഓഫ് ദിസ് വാർ എന്ന് പറയുന്നത്, ഇതിനകത്ത് റൈറ്റിയസ്നെസ് അല്ലെങ്കിൽ ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന എല്ലാം ശരിയായിട്ടുള്ളത് രാമന്റെ ഭാഗമാണ് റൈറ്റ്, രാവണന്റെ ഭാഗം തെറ്റാണ്. കാരണം മറ്റൊരാളുടെ വൈഫിനെ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഒരു യുദ്ധം, സ്വന്തം വൈഫിനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന യുദ്ധത്തിൽ അപ്പോൾ അയാളുടെ സ്ട്രെങ്ത്, രാമന്റെ സ്ട്രെങ്ത് എന്തായാലും റീഡബിൾഡ് ആവും രാവണനെക്കാട്ടിലും എന്ന് പറയുന്നു. ഈവൻ ദോ രാവണൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്, മോറൽ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് രാമനാണ് കൂടുതൽ എന്ന് പറയുന്നു. അപ്പം സുഭാർഷൻ ഇതിനകത്ത് ഒരുപാട് കോൺഫ്ലിക്ട്സ് കൊണ്ടുവരുന്നു. അതായത് മോറൽ സ്ട്രെങ്തും ഫിസിക്കൽ സ്ട്രെങ്തും തമ്മിലുള്ള, മോറൽ സ്ട്രെങ്ത് രാമനാണ് കൂടുതൽ. ഇവൻ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട് എങ്കിൽ പോലും റൈറ്റ് റോങ് ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ രാമനാണ് റൈറ്റ്. പിന്നെ അതുപോലെ മറ്റൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം ക്യാൻ ദ ആക്ട് ഓഫ് കീപ്പിംഗ് സീത ഇൻ ലങ്ക ബി ജസ്റ്റിഫൈഡ്. ലങ്കയിൽ സീതേനെ കീപ്പ് ചെയ്യുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അത് ജസ്റ്റിഫൈഡ് ആണോ, ആ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും എന്താണ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേനും ഈ കപ്പോള, ഗോൾഡൻ കപ്പോള താഴെ വീഴുന്നു. പിന്നെ രാവണൻ അവിടെ വരുന്നുണ്ട്. അപ്പം ഇവരുടെ എല്ലാം കോൺവെർസേഷനിൽ രാവണനും ചേരുകയാണ്. അപ്പോഴത്തേനും വിരൂപാക്ഷൻ്റെ അടുത്തൊക്കെ രാവണൻ ഇവർ പറയുന്നത് കേട്ടോണ്ടാ വരുന്നത്. അതായത് സീതേനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രാവണൻ അവിടെ കയറി വരുന്നത്. അപ്പോൾ രാവണൻ ചോദിക്കുകയാണ്, അതാണോ റൈറ്റ്, സീതേനെ കൊല്ലുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. അപ്പം രാവണൻ സ്വന്തം ആക്ട് അവിടെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. രാവണൻ പറയുകയാണ്, സത്യത്തിൽ രാവണൻ സീതേനെ തട്ടിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി സീതയോട് ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രമല്ല, അതായത് പക്ഷെ അദ്ദേഹത്തിൻ്റെ റിവെഞ്ച് ആണ് എന്ന് പറയുന്നു. അപ്പം പലരും ഇതിനകത്ത് ഇപ്പോൾ സുഭാർഷനായാലും ഒക്കെ സുഭാർഷൻ സജസ്റ്റ് ചെയ്യുന്നത് രാവണൻ്റെ അങ്കിളാണ്, സീതയെ തിരികെ നൽകണം എന്നാണ് പറയുന്നത്. പക്ഷെ വിരൂപാക്ഷനും ബാക്കിയുള്ളവരും അതിനെ എതിർക്കുന്നു. അപ്പോൾ രാവണൻ ഇതിനെല്ലാം ജസ്റ്റിഫിക്കേഷനായിട്ട് പറയുകയാണ്, രാവണൻ എന്ന് പറയുമ്പം ഈ സീതയോട് ജസ്റ്റ് ഒരു മറ്റൊരു മാൻ്റെ വൈഫിനോട് തോന്നിയൊരു അട്രാക്ഷനും അവരെ മോഷ്ടിച്ചുകൊണ്ട് വന്നതും ഒന്നും അല്ല. സത്യത്തിൽ ഇതിനു മുമ്പും ഒരുപാട് വിമൺ ഇതേ തട്ടിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതായത് രംഭ ഒരു അപ്സരസ് ആയിരുന്നു. അപ്പം രംഭയുടെ കേസ് ഉണ്ട്, വേദവതിയുടെ കേസ് ഉണ്ട്. രംഭയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് രാവണൻ ടച്ച് എ വുമൺ വിത്തൗട്ട് എ കൺസെൻറ്റ് ഹിസ് ഹെഡ് വിൽ എക്സ്പ്ലോഡ് ആൻഡ് ഹി വിൽ ഡൈ. അതായിരുന്നു രംഭയുടെ കേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വേദവതി എന്ന് പറയുന്ന അവരുടെ കേസ്, അവർ എന്താണ് വിഷ്ണുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, ലോർഡ് വിഷ്ണുവിനെ കല്യാണം കഴിക്കാൻ തപസ് ചെയ്യുകയാണ്. അപ്പം അത് ഇയാൾ ഡിസ്ട്രപ്റ്റ് ചെയ്യുകയും അവരെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തപ്പം അവർ രാവണനെ ശപിക്കുകയാണ്, ഇൻ മൈ നെക്സ്റ്റ് ബർത്ത് ഐ വിൽ ബി മാരിഡ് ടു ലോർഡ് വിഷ്ണു ആൻഡ് രാവണ വിൽ ബി കിൽഡ് ബൈ വിഷ്ണു. അടുത്ത ജന്മത്തിലെ വേദവതി വിഷ്ണുവിൻ്റെ വൈഫായിട്ട് ജനിക്കും. അതുപോലെ ലോർഡ് വിഷ്ണു രാവണനെ കൊല്ലുന്നു. അപ്പം ഇതിൽ സത്യത്തിൽ സീത എന്ന് പറയുന്ന വേദവതിയുടെ ഒരു പുനർജന്മമായിട്ടും ലോർഡ് വിഷ്ണുവിൻ്റെ പുനർജന്മമാണല്ലോ രാമൻ. അപ്പോൾ ആ ഒരു ഇതും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം രാവണൻ പറയുകയാണ്, ഒരുപാട് പേര് അദ്ദേഹത്തിനെ ശപിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകൾ. അപ്പം അദ്ദേഹം പറയുകയാണ്, ബട്ട് അതുപോലെ ജസ്റ്റ് ഒരു മിയർ അട്രാക്ഷൻ, ഒരു സ്ത്രീയോട് തോന്നുന്ന അട്രാക്ഷൻ മാത്രമല്ല സീതയോട് തോന്നിയത്. കാരണം ഈ വേദവതിയുമായിട്ട് കമ്പയർ ചെയ്യാൻ, വേദവതി എന്ന് പറയുമ്പം എന്താണ് പെർഫെക്റ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ഇതാണ് രാവണൻ്റെ സങ്കല്പത്തിൽ. അപ്പം പെർഫെക്ഷൻ ഓഫ് ബ്യൂട്ടിയാണ്. ദ ഓൺലി വുമൺ കമ്പയറബിൾ ടു ഹെർ എന്ന് പറയുമ്പോൾ സീതയാണെന്ന് പറയുന്നു. പിന്നെ ഐ ഡോണ്ട് കെയർ ഹു മാരിഡ് ഹെർ, പിന്നെ ദാറ്റ് ജുവൽ ഇസ് സൂട്ടഡ് ഓൺലി ടു ലങ്ക. അപ്പം പിന്നെ രാവണൻ പറയുന്ന വേറൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പം ഈ 3 വേൾഡിലും 3 വേൾഡ്സും, ഈ 3 ലോകത്തും എന്ത് ബെസ്റ്റും റെയറും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, എനിത്തിങ് വിച്ച് ഇസ് റെയർ ഇൻ 3 വേൾഡ് ഷുഡ് ബിലോങ് ടു ലങ്ക. അതുകൊണ്ടാണ് സ്വന്തം ബ്രദറായിട്ടുള്ള വൈശ്രവണൻ, കുബേരൻ്റെ ഒറിജിനൽ നെയിം വൈശ്രവണൻ എന്നാണ്. വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ്റെ കയ്യിൽ നിന്ന് പുഷ്പക വിമാനം അദ്ദേഹം മോഷ്ടിച്ചത്. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ബ്രഹ്മാവിൻ്റെ ആർമർ, ARMOUR ആർമർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ശിവൻ്റെ ചന്ദ്രഹാസം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം ലോകത്ത് ഉള്ള എല്ലാ റെയറായിട്ടുള്ള വെപ്പൺസും സാധനങ്ങളും എല്ലാം ലങ്കയ്ക്കുള്ളതാണ്. എല്ലാ റെയർ ബ്യൂട്ടീസും ലങ്കയ്ക്കുള്ളതാണ്. കാരണം ഒരുപാട് അപ്സരസും ഈ വരുണൻ്റെ വേൾഡിലെയും ഇന്ദ്രൻ്റെ വേൾഡിലെയൊക്കെ ലങ്കയിലുണ്ട്. പലരും അദ്ദേഹത്തിൻ്റെ വൈഫാണ്, അദ്ദേഹത്തിൻ്റെ
മക്കളുടെ അമ്മയാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ ഒരേ ഒരു കാര്യം ലങ്കയ്ക്ക് ഇല്ലാത്തതെന്ന് പറയുന്നത് കാമധേനു എന്ന് പറയുന്ന പശുവാണ്, ഹോളി കൗ ആണ്. അത് വരുണന്റെ വേൾഡിലുണ്ട്. പക്ഷെ ആ പശുവിനെ അതിന്റെ കൺസെന്റ് ഇല്ലാതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്ന് പറയുന്നത്. അപ്പോൾ ലങ്ക ഹാസ് എവറിത്തിങ് എൽസ്, ഓൾ ദ ബ്യൂട്ടീസ്, ഫോർച്യൂൺ ആൻഡ് വെൽത്ത്. സീത ഓൾസോ ഷുഡ് ബിലോങ് ടു ലങ്ക. ആം എ ലവർ ഓഫ് ഓൾ ദ റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ തിങ്സ്. നേരത്തെ പറഞ്ഞു കൊണോസിയർ, സൗന്ദര്യാരാധകൻ, CONNOISSEUR. അപ്പം അതാണ് എല്ലാ റെയർ ഒബ്ജക്ട്സും ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സും ലങ്കയ്ക്ക് ഉള്ളതാണ്, അതുകൊണ്ടാണ് സീത ലങ്കയ്ക്ക് വേണമെന്ന് രാവണൻ പറയുന്നതെന്നൊക്കെ രാവണൻ ജസ്റ്റിഫൈ ചെയ്യാണ് സ്വന്തം ആക്ട്. പിന്നെ ആക്ട് 1 അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺവെർസേഷൻ രാവണനും വിഭീഷണനും തമ്മിലാണ്. രാവണന്റെ ബ്രദറാണ് വിഭീഷണൻ, പക്ഷെ ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടർ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രാവണനും വിഭീഷണനും അവർക്ക് സെയിം മദർ ആൻഡ് ഫാദർ ആണ്. പക്ഷെ രാവണന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ സ്വഭാവമാണ്. അമ്മ ഒരു രാക്ഷസിയായിരുന്നു. പക്ഷെ വിഭീഷണന് ലഭിച്ചേക്കുന്നത് അവരുടെ അച്ഛന്റെ സ്വഭാവമാണെന്ന് പറയുന്നു. അതായത് അദ്ദേഹം ഒരു ബ്രാഹ്മൺ സേജ് ആയിരുന്നു, സന്യാസിയായിരുന്നു. അപ്പം രാവണൻ ആ രാക്ഷസിയുടെ സ്വഭാവം എന്ന് പറയുമ്പം എല്ലാം അങ്ങനെ റൈറ്റ് റോങ് അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. പക്ഷെ വിഭീഷണൻ എപ്പോഴും റൈറ്റിന്റെ, ധർമ്മയുടെ പാത്താണ്. അദ്ദേഹത്തിന്റെ ഐഡിയൽസ് എന്ന് പറയുന്നത് തന്നെ ധർമ്മ, ട്രൂത്ത് എന്നൊക്കെ ആണ് പറയുന്നത്. അപ്പം വിഭീഷണൻ ഇവിടെ വരുമ്പം രാവണൻ വിഭീഷണനോട് യുദ്ധം ചെയ്യാൻ കൂടെ നിൽക്കാനൊക്കെ പറയുമ്പോൾ വിഭീഷണൻ പല കാര്യങ്ങളിലും പറഞ്ഞ് ഇങ്ങനെ സത്യത്തിൽ രാവണന്റെ കൂടെ നിൽക്കില്ല, രാമന്റെ കൂടെ ആർമിയിൽ ചേരാൻ നിൽക്കുകയാണ് വിഭീഷണൻ. അതിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഗ്രാജുവലി ആ ഒരു കാര്യം കൊണ്ടുവരികയാണ് വിഭീഷണൻ. അപ്പം വിഭീഷണൻ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, രാവണന് അൺലിമിറ്റഡ് സ്ട്രെങ്ത് ഉണ്ട് ഇതെന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാവണനും ഇമ്മോർട്ടൽ അല്ല. അതായത് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നൊരു സാധനം രാവണനും ഇല്ല. രാവണൻ ഇമ്മോർട്ടൽ ആണെന്ന് ബ്രഹ്മാവ് ആ ഒരു ഇമ്മോർട്ടാലിറ്റി രാവണനും കൊടുത്തിട്ടില്ല. രാവണൻ മോർട്ടൽ ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ എന്താണ് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ രാമൻ എന്ന് പറയുമ്പം ഹി ഹാസ് ഇൻവിസിബിൾ ഓറ ഓഫ് അൺകോൺക്യൂറബിൾ സ്ട്രെങ്ത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇൻവിൻസിബിലിറ്റി, അജയ്യത എന്ന് പറയുന്നു കാര്യം. അപ്പോൾ രാവണൻ പറയുന്നത് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അപ്പം ഈ വിഭീഷണൻ പറയുകയാണ് ട്രൂത്ത്, ധർമ്മ ഇതൊക്കെ. അതായത് രാമന്റെ ഭാഗത്താണ് ധർമ്മ അല്ലെങ്കിൽ റൈറ്റ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത് ഓഫ് ഫ്രീയിങ് ദ സ്റ്റോളൻ വൈഫ് ഇസ് ഷാർപ്പർ ദാൻ എനി ഡിവൈൻ വെപ്പൺ. രാവണന്റെ കയ്യിൽ എന്ത് ഡിവൈൻ വെപ്പൺ ഉണ്ടെങ്കിലും രാമന്റെ ഭാഗത്താണ് ശരി. അപ്പം ശരിയുടെ ഭാഗത്തായിരിക്കും എപ്പോഴും വിജയം എന്നൊക്കെ പറയുന്നു. പിന്നെ വിഭീഷണൻ രാവണന് അഡ്വൈസ് കൊടുക്കുകയാണ്, ഗിവ് അപ്പ് സീത ആൻഡ് ലീവ് ഇറ്റ് ടു രാമൻ വെദർ വി ഷുഡ് ഹാവ് എ വോർ ഓർ കോംപ്രമൈസ്. ഇഫ് ഇറ്റ് ഇസ് വോർ വി ഡു നോട്ട് ഹാവ് ടു ഹെസിറ്റേറ്റ്. അതായത് രാവണൻ യുദ്ധം ചെയ്യാൻ കൂടെ നിൽക്കാൻ പറയുമ്പോൾ വിഭീഷണൻ പറയുകയാണ്, സീതേനെ തിരിച്ചു നൽകുക രാമന്, അതിനുശേഷം രാമൻ ഡിസൈഡ് ചെയ്യട്ടെ നമ്മൾ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന്. യുദ്ധം ചെയ്യാനാണ് രാമൻ പറയുന്നതെങ്കിൽ ഞാനും രാവണന്റെ കൂടെ നിൽക്കാം, രാവണന്റെ സൈഡിൽ നിന്നും യുദ്ധം ചെയ്യാൻ. പക്ഷെ അതാണ് ട്രൂത്ത് അല്ലെങ്കിൽ ധർമ്മ എന്ന് പറയുന്നത്. അല്ലാതെ സീതേനെ ലങ്കയിൽ കീപ്പ് ചെയ്തിട്ട് രാമനെതിരെ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നു. വിഭീഷണന്റെ ഒരു വോയിസ് ഓഫ് റീസൺ ആണ്, അദ്ദേഹത്തിന് വിസ്ഡം ഉണ്ട്, മോറൽ റൈറ്റിയസ്നെസ് അതൊക്കെ. അപ്പം വിഭീഷണൻ പിന്നെ പറയുന്നു, പ്യൂരിറ്റി ഓഫ് മൈൻഡ് ഓഫ് ദി ലീഡർ ആഡ്സ് ടു ദ സ്ട്രെങ്ത് ഓഫ് ഫോളോവേഴ്സ്. പിന്നെ അങ്ങനെ പലതും പറഞ്ഞ് രാവണന്റെ നെഗറ്റീവ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വിഭീഷണൻ പറയുകയാണ്, വിഭീഷണൻ യുദ്ധത്തിൽ ലങ്കയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യാത്തതെന്ന് രാവണൻ ചോദിക്കുമ്പോൾ പറയുകയാണ്, ലങ്ക വിച്ച് ഹാസ് ഗിവൺ അപ്പ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ധർമ്മ ആൻഡ് ദ രാക്ഷസാസ് ഹു ലാഫ് ഇൻ ഫൺ വെൻ ദേ ഫേസ് ട്രൂത്ത് ആർ ഐഡിയൽസ്. ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് ദേ ആർ ദ ഐഡിയൽസ് ടു ഫൈറ്റ് ഫോർ. അതായത് ധർമ്മം എന്നോ നശിച്ചു പോയ ലങ്ക, എപ്പോഴേ നശിച്ചു പോയ ലങ്കയും പിന്നെ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ കളിയാക്കി ചിരിക്കുന്ന രാക്ഷസന്മാരും ഉള്ള ലങ്കയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എന്താണ് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പം പിന്നെ അങ്ങനെ അവസാനം വിഭീഷണൻ പറയുകയാണ് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ രാവണൻ ചോദിക്കുക എവിടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പം വിഭീഷണൻ പറയുകയാണ്, കാരണം ഇവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം ഇവിടെ നിൽക്കുവാണെങ്കിൽ he have to accept the orders which he do not like and I will have to carry out war techniques which are not acceptable to me. I depart. അപ്പം
രാവണൻ ചോദിക്കുകയാണ്, നീ ആരെയാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? സ്വന്തം ബ്രദറിനെയാണോ ഇത് ഉപേക്ഷിക്കുന്നത്? നീ ജനിച്ചു വളർന്ന നിന്റെ നാടിനെയും നിന്റെ ബ്രദറിനെയാണോ ഉപേക്ഷിക്കുന്നത്? എന്നിട്ട് നിന്റെ ധർമ്മ റൈറ്റിയസ്നെസ് എന്നും പറഞ്ഞ് മറ്റൊരു ശത്രുവിനെ സഹായിക്കാനാണോ പോകുന്നതെന്ന്. അപ്പം ബാക്കിയുള്ളവർ പ്രഹസ്തൻ പറയുകയാണ്, പ്രഹസ്തൻ എന്ന് പറയുന്നത് ഈ രാവണന്റെ ആർമിയുടെ കമാൻഡറാണ്, പറയുകയാണ് ഇയാളെ വിഭീഷണനെ പണിഷ് ചെയ്യണം, പ്രിസണിൽ അടയ്ക്കണം എന്ന് പറയും. അപ്പോൾ രാവണൻ പറയുകയാണ്, എന്താണ്, ലെറ്റ് ഹിം, എന്താണ്, ഇഫ് വാട്ട് യു സേ ഈസ് ട്രൂ ലെറ്റ് ഹിം ഹാവ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ബിട്രേയിങ് ഹിസ് ബ്രദർ. സ്വന്തം ബ്രദറിനെ വഞ്ചിച്ചതിൽ, സ്വന്തം ബ്രദറിനെ ബിട്രേ ചെയ്ത റെപ്യൂട്ടേഷൻ അവന് കിട്ടട്ടെ. ഞാൻ പ്രൊട്ടക്ടർ ഓഫ് മൈ ഓൺ പീപ്പിൾ, ഐ ആം ദ പ്രൊട്ടക്ടർ ഓഫ് മൈ ഓൺ പീപ്പിൾ, ഐ ഹാവ് ഇൻ ഇറ്റ് ഗെയിൻ ദ സ്ട്രെങ്ത് ടു പണിഷ് ദം. അപ്പം അത് രാവണന്റെ മറ്റൊരു ക്യാരക്ടറാണ്. രാവണൻ എപ്പോഴും എന്താണ്, ധർമ്മം അധർമ്മം അല്ലെങ്കിൽ റൈറ്റ് റോങ് അതല്ല, അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷൻസും രാജ്യവുമാണ്. അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷൻസിന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. അപ്പം ഈ രാവണന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് കാണുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷൻസിനോട് മാത്രമാണ്. കാരണം എന്ത് വലിയ തെറ്റ് ചെയ്താലും സ്വന്തം സഹോദരങ്ങളോടും സ്വന്തം ചോരയോടും അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറാണ് രാവണൻ. പക്ഷേ വിഭീഷണനൊക്കെ ആയാലും ബാക്കി എല്ലാവരും ഏതാണ് റൈറ്റ് ഏതാണ് റോങ്, റൈറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നു അങ്ങനെ. പക്ഷെ രാവണൻ അങ്ങനല്ല. കാരണം സ്വന്തം ബ്രദർ, അദ്ദേഹം ഒരു രാക്ഷസനായിട്ട് പോലും സ്വന്തം ബ്രദർ തന്നെ ബിട്രേ ചെയ്ത് രാമന്റെ കൂടെ ചേരുകയാണെന്ന് പറയുമ്പം അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും ആളുകളുടെയും പ്രൊട്ടക്ടറാണ്, എനിക്ക് അവരെ പണിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ വിഭീഷണനോട് പറയുകയാണ്, ബാക്കി എല്ലാവരോടും നിന്ന് എല്ലാവരും കൂടെ വിഭീഷണനെ കൊല്ലാൻ തുനിയുന്നു, ഇന്ദ്രജിത്തും ഒക്കെ. അപ്പോൾ വിഭീഷണനോട് രാവണൻ പറയുകയാണ്, പെട്ടെന്ന് പോകാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്, ഐ കമാൻഡഡ് യു ടു ഗോ അവേ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിന്നെ ഇവർ കൊല്ലുന്നത് ഞാൻ കാണേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണനെ രക്ഷിക്കുകയാണ്. സ്വന്തം ബ്രദറിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലങ്കാലക്ഷ്മിയിൽ ആക്ട് 2 മെയിൻലി യുദ്ധം ചെയ്യാൻ വേണ്ടി, അതായത് ഇവർ പരാജയപ്പെട്ട് തുടങ്ങുന്നു. അപ്പോഴത്തേനും കാരണം ഓപ്പോസിറ്റ് സൈഡ് രാമൻ എന്ന് പറയുന്ന നിസ്സാരക്കാരനല്ല എന്ന് ഇവർ തിരിച്ചറിയുന്നു. അപ്പം പിന്നെ കുംഭകർണനെയൊക്കെ വിളിച്ചുണർത്തുന്നു, ഇവരുടെ പ്രധാനപ്പെട്ട കുറച്ച് പേരൊക്കെ മരിക്കുന്നു. അപ്പം ഇവർ സീരിയസ് ആയിട്ട് യുദ്ധം കണ്ടു തുടങ്ങുന്നതാണ് ആക്ട് 2. പിന്നെ മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ മണ്ഡോദരി എന്താണ്, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് സീതയ്ക്കുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാവണൻ ജസ്റ്റിഫൈ ചെയ്യാണ് സീതേനെ തട്ടിക്കൊണ്ടുപോയത്. അതായത് സീത എന്ന് പറയുന്നത് രാവണൻ ബാക്കി ഒരുപാട് പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഒരു വുമണൈസർ ആണ്, പക്ഷേ എങ്കിലും ഈ സീതയുടെ കാര്യത്തിൽ പുള്ളി അങ്ങനെ ഒരു ഇൻറ്റൻഷൻ മാത്രമല്ല, സീത എന്ന് പറയുന്ന ഒരു പ്യുവറസ്റ്റ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ആണ്. അപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോകത്തിലെ എല്ലാ സാധനങ്ങളും ലങ്കയ്ക്കാണ് അവകാശപ്പെട്ടത്. അതുകൊണ്ട് സീതയും ലങ്കയ്ക്ക് അവകാശപ്പെടണം എന്ന് പറയുന്നു. പിന്നെ രാവണൻ പറയുന്നതാണ്, ലങ്കയ്ക്ക് ലക്ഷ്മി ഇല്ലാത്തത് കൊണ്ടല്ല, ലങ്കയ്ക്ക് ലക്ഷ്മിയുണ്ട്, ലങ്കയുടെ ലക്ഷ്മിയാണ് മണ്ഡോദരി, ലങ്കയുടെ ഐശ്വര്യം. പക്ഷേ ലക്ഷ്മിക്ക് ലങ്ക വേണ്ടേ എന്ന് ചോദിക്കുന്നു. ഇവിടെ ലക്ഷ്മി എന്ന് ഉദ്ദേശിക്കുന്ന സീതയ്ക്കും എന്താണ്, സീത ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ള സീത ലങ്കയിൽ ജീവിക്കാൻ സീതയ്ക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഈ ആക്ട് ജസ്റ്റിഫൈ ചെയ്യാണ്. പിന്നെ ഈ റിവെഞ്ചിന് കാരണം ഇത് മാത്രമല്ല, സീതയുടെ ബ്യൂട്ടി ഒന്നുമല്ല. കാരണം ശൂർപ്പണഖ പോയി രാമനെയും ലക്ഷ്മണനെയും പ്രപ്പോസ് ചെയ്യുമ്പം അവരുടെ മൂക്കൊക്കെ ചെത്തിക്കളയുന്ന ഡിസോണർ ചെയ്തിട്ടല്ലേ തിരിച്ചു വിടുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പ്രതികാരമായിട്ടാണ് രാമൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരിക. അതൊക്കെയാണ് ആക്ട് 2. ആക്ട് 3 എന്ന് പറയുന്നത് ഈ മാല്യവാൻ രാവണനെ ഉപദേശിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മാല്യവാൻ രാവണൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അങ്ങനെ കണ്ട് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ മാല്യവാൻ രാവണനെ ഉപദേശിക്കുകയാണ്. അതായത് ഇവർ ഏകദേശം തോക്കാറായി യുദ്ധം എന്ന് ഉറപ്പാകുമ്പോൾ പറയുകയാണ്, എന്താണ്, ലാസ്റ്റ് ഡിഫീറ്റ് ചെയ്യപ്പെടുന്നത് അല്ല നല്ലത് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുക, ഇനി യുദ്ധം ചെയ്യണ്ട. കാരണം രാവണനും കൂടെ മരിച്ചാൽ പിന്നെ ലങ്കയില്ല. അപ്പം അതുകൊണ്ട് തന്നെ പരാജയം ഉറപ്പായപ്പം പറയുകയാണ് കോംപ്രമൈസ് ചെയ്യും. പക്ഷെ രാവണൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല. പിന്നെ അപ്പം ഇവരെല്ലാം രാവണൻ്റെ അടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുകയാണ്, കാരണം പരാജയപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായപ്പം. പിന്നെ എന്താണ്, ഇന്ദ്രജിത്തും മരിക്കുന്നു. ഇന്ദ്രജിത്തിലായിരുന്നു ആകെ പ്രതീക്ഷ. അപ്പോൾ കുംഭകർണനും ഇന്ദ്രജിത്തും മരിക്കുന്നു. അപ്പം ഇന്ദ്രജിത്ത് സ്വന്തം മകനാണ്, അപ്പം മരിക്കുന്നു. പിന്നെ മണ്ഡോദരി മാത്രമാണ് രാവണനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. മണ്ഡോദരി പറയുകയാണ്, ഇനി കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പറയില്ല, കാരണം ഇന്ദ്രജിത്തും മരിച്ചുവല്ലോ, ഇവരുടെ മകനാണ്. പിന്നെ എന്താണ്, മണ്ഡോദരിയുടെ ക്യാരക്ടർ, അതായത് ഒരു സപ്പോർട്ടീവ് വൈഫായിട്ട് രാവണനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നത് മണ്ഡോദരിയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് മണ്ഡോദരിനെ പ്രസൻറ്റ് ചെയ്യുന്നത്.
പിന്നെ മണ്ഡോദരി പറയുകയാണ് രാവണൻ എന്താണ് മോറൽ സ്ട്രെങ്ത് കൈവരിക്കണം, അതായത് സ്പിരിച്വാലിറ്റി. കുറേ വർഷം തപസ് ചെയ്താണ് ഇയാൾക്ക് ഈ സിദ്ധിയെല്ലാം കിട്ടിയത്. അപ്പം അങ്ങനെയാണ് ഇയാൾ എല്ലാ യുദ്ധങ്ങളിലും വിജയിച്ചു വന്നത്. അപ്പം ഇപ്പം കുറേ പാപങ്ങളൊക്കെ ചെയ്ത ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വീണ്ടും എന്താണ് കുറച്ച് നേരം ഈ പ്രാർത്ഥിക്കാൻ, തപസ് ചെയ്യാൻ, ശിവനെ ഇതാക്കാൻ എന്തോ പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇദ്ദേഹം ആ ഒരു പെനൻസ് കംപ്ലീറ്റ് ചെയ്താൽ രാവണനെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അപ്പോഴത്തേനും എല്ലാവരും കൊല്ലപ്പെട്ട് ഇനി ഈ യുദ്ധത്തിൽ ബാക്കി ആൾക്കാർ ഈ ലങ്കയിൽ അകത്ത് കയറി തുടങ്ങി എതിരാളികൾ. അപ്പം രാവണൻ ഇവരുടെ നിഗുംബില എന്ന് പറയുന്ന ഒരു കേവിലാണ്, കൊട്ടാരത്തിനകത്ത് അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ കയറി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് ശത്രുക്കൾ കയറി വരും. എന്നിട്ട് ഈ അംഗദൻ എന്ന് പറയുന്ന ബാലിയുടെ മകൻ അംഗദൻ വന്നിട്ട് മണ്ഡോദരീനെ ഉപദ്രവിക്കും. അപ്പോൾ മണ്ഡോദരിയുടെ കരച്ചിൽ കേൾക്കുമ്പം രാവണൻ ഇറങ്ങി വരും. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാവണൻ ആ ഒരു പ്രയർ കംപ്ലീറ്റ് ആക്കരുത്. അപ്പോൾ രാവണൻ ഇറങ്ങി വരും, രാവണൻ യുദ്ധത്തിന് പോവും, രാവണൻ മരിക്കുന്നു. പിന്നെ അതാണ് കഥ, അവിടെ എൻഡ് ചെയ്യുകയാണ്. പിന്നെ ഹനുമാൻ വന്നിട്ട്, ഹനുമാൻ രണ്ടാമത് പ്രൊലോഗ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ലാസ്റ്റാണ്. സീതേനെ കാണുന്നു, എന്നിട്ട് യുദ്ധം അവർ ജയിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് സീതയെടുത്ത് വിഭീഷണൻ, അപ്പോഴത്തേനും വിഭീഷണൻ പുതിയ രാജാവായല്ലോ, വിഭീഷണന് തിരിച്ച് രാജ്യം കിട്ടുന്നു, വിഭീഷണനെ രാജാവാക്കുന്നു. അപ്പോൾ അതിന് വിഭീഷണൻ നീണാലോ ആകട്ടെ അങ്ങനെയുള്ള ആ ഒരു സൗണ്ടൊക്കെ ഇവർ കേൾക്കുന്നു, ആൾക്കാർ പ്രൈസ് ചെയ്യുന്നത്. എന്നിട്ട് സീതയെടുത്ത് പോയി എന്താണ് പ്യുവറായിട്ട് കുളിച്ചിട്ടൊക്കെ വരാൻ പറയുന്നു. അവിടെ തീരുകയാണ്.